ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്നതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഡൈ ടോസ് ചെയ്താൽ ഫേസ് ഒരു 600 പ്രാവശ്യം ഒരു ഡൈ ടോസ് ചെയ്താൽ ഫേസ് 1 എത്ര വന്നു, 2 എത്ര വന്നു, 3 എത്ര വന്നു, 4 എത്ര വന്നു, 5 എത്ര വന്നു എന്നാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡയഗ്രം, അതിൻ്റെ ഒരു ബാർ ഡയഗ്രം വരയ്ക്കാനാണ്. ഫേസ് 1ഉം ഫേസ് 2ഉം ഫേസ് 3ഉം ഫേസ് 4ഉം ഫേസ് 5ഉം ഫേസ് 6ഉം എത്ര പ്രാവശ്യം വന്നു എന്നുള്ള ബാർ ഡയഗ്രം വരയ്ക്കുന്ന പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡൈ ടോസ് ചെയ്ത് അതിൻ്റെ ബാർ ഡയഗ്രം എത്ര പ്രാവശ്യം ഓരോ ഡൈയും വന്നെന്നുള്ളതിന് ബാർ ഡയഗ്രം കിട്ടുന്നതാണ്. നമുക്ക് ആദ്യം അതാണ് അതിൻ്റെ പ്രോഗ്രാം. ഞാൻ ആദ്യം പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. പ്രോഗ്രാം റൺ ചെയ്തു. ഇതാ പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ ദ നമ്പർ ഓഫ് ടോസസ്, അവിടെ ഞാൻ 100 എന്ന് എഴുതുന്നു. 100 എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തപ്പോൾ 100 ടോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത്. 100 ടോസ് റിസൾട്ട് ചെയ്താൽ ദ നമ്പർ ഓഫ് ടൈംസ് ഫേസ് 1 ടേൺ അപ്പ് ഈസ് 18. ഇത് 18 ആണ്. ആദ്യത്തേതിൽ 18, രണ്ടാമത്തെ 19 ആണ്. ഓരോന്നിങ്ങനെ കിട്ടും. ഇതുണ്ടോ, ഓരോന്ന് ഇവിടെ വന്നു. നമ്പർ ഓഫ് ടൈംസ് ഫേസ് 6 ടേൺ അപ്പ് ഈസ് 18. അത് 18 ആണ്. 6 520 ആണ്. അപ്പം ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതുണ്ടോ, ഇതാണ് ഫേസ് വന്നിരിക്കുന്നത്. താഴെ ഫേസ് ഒബ്റ്റെയിൻഡ്, എക്സ് ആക്സിൽ ഫേസ് ഒബ്റ്റെയിൻഡ്, വൈ ആക്സിൽ നമ്പർ ഓഫ് ടൈംസ് ഒബ്റ്റെയിൻഡ്. അപ്പം ഫേസ് 1 18 ടൈംസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡിങ് ആണ് ടോസിങ് എ ഫെയർ ഡൈ ബാർ ഡയഗ്രാം. ഇതിൻ്റെ ഹെഡിങ് ആണ് ടോസിങ് എ ഫെയർ ഡൈ ബാർ ഡയഗ്രാം. ഫേസ് ഒബ്റ്റെയിൻഡ് ഇവിടെ, നമ്പർ ഓഫ് ടൈംസ് ഒബ്റ്റെയിൻഡ്, പിന്നെ ഫേസ് 1 ഫേസ് 2 ഫേസ് 3 ഫേസ് 4 ഫേസ് 5 ഫേസ് 6. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഡൈ ചെയ്യാം, ടോസ് ചെയ്യാം. ഒന്നും കൂടെ റൺ ചെയ്യാം. എൻ്റർ ദ നമ്പർ ഓഫ് ടൈം ടോസസ് 600 എന്ന് കൊടുക്കുക. 600 എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് ടോസ് ചെയ്തിട്ട് ഇതാ ദ നമ്പർ ഓഫ് ടൈംസ് ഫേസ് 1 ടേൺ അപ്പ് ഈസ് 84. ആദ്യത്തെ 84. രണ്ടാമത്തെ ഫേസ് 2 ടേൺ അപ്പ് ഈസ് 109. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ഓരോന്നും. ദ നമ്പർ ഓഫ് ടൈംസ് ഫേസ് 5 ടേൺ അപ്പ് ഈസ് 112. ഇതെങ്ങനെയാണ് കിട്ടിയതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാന ഒരു കാര്യം, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെ ഡൈ ടോസ് ചെയ്യുവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ട് റാൻഡം എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ n= ഇൻറ്റിജർ ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് ടോസസ് എല്ലാം ടോസ് ചെയ്ത് കഴിഞ്ഞു. ടോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ഇത് നമ്പർ ഓഫ് ടൈംസ് ഫേസ് 1 ടേൺ അപ്പ് 2 ടേൺ അപ്പ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതിയിരിക്കുന്നതാണിത്. ഇതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതെന്താ, ഇമ്പോർട്ട് matplotlib, matplotlib എന്നാണ് പറയുന്നത്. matplotlib .pyplot. matplotlib എന്ന് പറയുന്നതിൻ്റെ pyplot എന്നൊരു ഫങ്ഷൻ ആസ് PLT. ഈ pyplotനെ PLT ആയിട്ടാണ് അറിയപ്പെടുന്നത്, ഏലിയാസ് നെയിം എന്ന് പറഞ്ഞാൽ. matplotlib എന്ന് പറയുന്ന ലൈബ്രറിയിലെ pyplot എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്ലോട്ട് വരയ്ക്കുന്നത്. അതിന് പ്ലോട്ടിൻ്റെ പേര് PLT എന്നാണ്. ഈ PLT ആണ്. അപ്പോൾ നമ്മളിനി പിന്നെ എഴുതുമ്പോൾ PLT എന്നാണ് പറയുള്ളൂ. അതിൻ്റെ എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത് നമ്പേഴ്സ് ഫേസ് 1 ഫേസ് 2 ഫേസ് 3 ആൻഡ് സോ ഓൺ ഫേസ് 6 ആണ് എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത്. അപ്പം നമ്പേഴ്സാണ് എക്സ് ആക്സിൽ, ഫ്രീക്വൻസിയാണ് വൈ ആക്സിസ്. ദെൻ ഈ എക്സ്റ്റൻഷൻ്റെ പേരാണ് PLT. അപ്പം pyplotൻ്റെ എക്സ്റ്റൻഷൻ PLT .bar ഡയഗ്രത്തിൻ്റെയാണ്. PLTയിലെ ബാർ ഡയഗ്രം വരയ്ക്കാനുള്ള ഗ്രാഫാണ് എടുക്കേണ്ടത്. PLT .bar ഡയഗ്രം വരയ്ക്കാനുള്ളതാണ്. എക്സ് ആക്സിൽ നമ്പേഴ്സ്, ഇതാണ് നമ്പേഴ്സ്. എക്സ് ആക്സിലെ നമ്പേഴ്സ് കൊടുക്കുക. വൈ ആക്സിൽ ഫ്രീക്വൻസി, അടുത്ത ഫ്രീക്വൻസി. അപ്പം നമ്പേഴ്സും ഫ്രീക്വൻസിയാണ്. എക്സ് ആക്സിൽ നമ്പേഴ്സ്, വൈ ആക്സിൽ ഫ്രീക്വൻസി. ദെൻ ലേബൽ, എക്സ് ലേബൽ. നമ്മൾ എക്സ് ആക്സിൽ എഴുതേണ്ട ലേബൽ PLT.x ലേബൽ. എക്സ് ഇതാണ് അതിൽ കൊടുക്കേണ്ട ഫേസ് ഒബ്റ്റെയിൻഡ് ആണ്. PLT.x ലേബൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് എക്സ് ആക്സിൽ എഴുതേണ്ടതെന്ന് പറയും.
ദെൻ PLT.y ലേബൽ, വൈ ആക്സിൽ എന്താണ് എഴുതേണ്ടതെന്ന് നോക്കും. PLT.ടൈറ്റിൽ, ടൈറ്റിൽ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ടൈറ്റിൽ. PLT.ഷോ, ഷോ ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാമിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ പ്രോഗ്രാം കംപ്ലീറ്റ് എഴുതി. ഇതാണ് പ്രോഗ്രാം, നേരത്തെ പ്രോഗ്രാം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് അതിനെ പ്ലോട്ട് വരയ്ക്കേണ്ട പ്രോഗ്രാമും കൂടെ എഴുതി. പ്ലോട്ട് വരയ്ക്കേണ്ട പ്രോഗ്രാം ഇതാണ്. ഇനി നമ്മളിതൊന്ന് റൺ ചെയ്യാം. ഒന്നും കൂടെ നമുക്ക് റൺ ചെയ്തു. ഇതാ ഇവിടെ താഴെ കണ്ടോ, എൻ്റെ ദ നമ്പർ ഓഫ് ടോസേഴ്സ് ഞാൻ 100 കൊടുത്തു. എൻ്റർ ചെയ്ത് നമ്മുടെ ഇത് വന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നതാണിത്. നമുക്ക് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത്. ഒന്നും കൂടെ നമ്മൾ റൺ ചെയ്യുവാണ്. ഇതാ നമ്പർ ഓഫ് ടോസസ് 600 കൊടുക്കാം. എൻ്റർ. കണ്ടോ, എൻ്റർ. ഇതാ ഇവിടെ നമ്മൾ ഇമ്പോർട്ട് math.lib ആസ് pyplot ഡോട്ട് എക്സ്റ്റൻഷൻ ആസ് PLT എന്ന് പറയുന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്പേഴ്സാണ്. ഇതിന് എക്സ് ആക്സിൽ നമ്പേഴ്സ് ഫേസ് 1 ഉണ്ടാവും. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4, ഫേസ് 5, ഫേസ് 6. അതാണ് ഇവിടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്നും കൂടെ റൺ ചെയ്യാം. അതെ, ഇതുണ്ട നമ്പേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഫേസ് 1, ഫേസ് 2 ഇത് ഇവിടെ വന്നു. ഫേസൊക്കെ ഇവിടെ വന്നു. പിന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സമ്മാണ്, ഹൈറ്റുകളാണ്. ഫേസ് 1ൻ്റെ ഫ്രീക്വൻസിയാണ് സം 1. ഫേസ് 2ൻ്റെ ഫ്രീക്വൻസിയാണ് സം 2. ഫേസ് 3യുടെ ഫ്രീക്വൻസിയാണ് സം 3 ആൻഡ് സോൺ. ഫേസ് 6ൻ്റെ ഫ്രീക്വൻസിയാണ് സം 6. നമുക്ക് ഒന്നും കൂടെ റൺ ചെയ്യാം. എൻ്റർ ചെയ്തു. കണ്ടോ, ദെൻ എക്സ് ആക്സ് പ്ലോട്ട് ഡോട്ട് ഇതാണ് ഫ്രീക്വൻസി കിട്ടി. PLT.bar നമ്പേഴ്സും ഫ്രീക്വൻസിയാണ് വേണ്ടത്. PLT.x ലേബൽ ഫേസ് ടേണപ്പാണ് വരേണ്ടത്. എക്സ് ആക്സിൽ ഫേസ് ടേണപ്പ്, വൈ ആക്സിൽ നമ്പർ ഓഫ് ടൈംസ് ഒബ്റ്റെയിൻഡ്, ടൈറ്റിൽ ടോസിങ് ഓഫ് എ ഫെയർ ഡൈ ബാർ ഡയഗ്രാം, പ്ലോട്ട് ഷോ. അപ്പം ഒന്നും കൂടെ നമ്മളിത് റൺ ചെയ്യുന്നു. സ്റ്റോപ്പ് ആൻഡ് റൺ. ഒന്നും കൂടെ റൺ ചെയ്യുന്നു. അറുന്നൂറ് പ്രാവശ്യം എൻ്റർ ചെയ്തു. 600 പ്രാവശ്യം റേസ് ചെയ്ത് കണ്ടപ്പോൾ കിട്ടിയത് ഇതാണ്. ഇനി അത് നമ്മൾ 600 എന്നുള്ളത് നമ്മൾ 6000 പ്രാവശ്യം ടോസ് ചെയ്യാം. സ്റ്റോപ്പ് ആൻഡ് റൺ. 6000 പ്രാവശ്യം. 6000 പ്രാവശ്യം. 600, 6000, 60000 പ്രാവശ്യം ടോസ് ചെയ്യാം. 60000 പ്രാവശ്യം ടോസ് ചെയ്തു. 60000 പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ കണ്ടോ കിട്ടിയ റിസൾട്ടുകളുണ്ട്. എല്ലാം ഏകദേശം ഒരേ ഹൈറ്റിലാണ്. ഇനി നമുക്ക് 6 ലക്ഷം പ്രാവശ്യം ടോസ് ചെയ്ത് നോക്കാം. 6 ലക്ഷം പ്രാവശ്യം ടോസ് ചെയ്ത് നോക്കാം. ഒറ്റ 10, 100, 1000, 10000, ലക്ഷം എൻ്റർ ചെയ്തു. കണ്ടോ, ഇതാ വന്ന റിസൾട്ട്. എല്ലാം ഒരേപോലെയാണ്. 6 ലക്ഷം പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ ഫേസ് 1 വന്ന് നോക്കുക, ഫേസ് 2 വന്ന് നോക്കുക, ഫേസ് 3 വന്ന് നോക്കുക, ഫേസ് 4, ഫേസ് 5, ഫേസ് 6. നമുക്കിതിൻ്റെ ഇത് എത്ര പ്രാവശ്യം കിട്ടിയെന്ന് നമുക്ക് നോക്കാം. വേണ്ട, നമ്പർ ഓഫ് ടൈംസ് ഫേസ് 1 ടേണപ്പ് ഇതുണ്ടോ 90,918, 9718. ഇത് 1,132,032. ഇത് 99,913. ഇത് 1,311.
ഇത് 1,136,000. ഇതെല്ലാം അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. ഇതാണ് ഈ പ്രോഗ്രാം. ഇനി ഈ പ്രോഗ്രാമിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഒരു ഈ മാത്പ്ലോട്ട് ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പൈത്തൺ പ്രോജക്റ്റ് 5 ആണ് ചെയ്യുന്നത്. പൈത്തൺ പ്രോജക്റ്റ് 5. അപ്പോൾ നമ്മളിവിടെ ഫയൽ എടുത്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ പൈത്തൺ ഇൻ്റർപ്രറ്റർ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ പൈത്തൺ ഇൻ്റർപ്രറ്റർ ഉണ്ടാവും. നമ്മൾ ഏതൊക്കെ പാക്കേജുകളാണ് ഡൗൺലോഡ് ചെയ്തതെന്നാണ് ഇവിടെ കാണുക. ഇതിൽ നമ്മൾ പ്ലസ് ഇടുക. പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതാണ് മാത്ത് പ്ലോട്ട് എന്ന് വന്നു. ഈ പ്ലോട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ വന്നു. ഇത് ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് പറയണം. ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് ഇവിടെ ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇൻസ്റ്റാൾ ചെയ്യും. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പാക്കേജ് മാത്ത് പ്ലോട്ട് ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാത്ത് പ്ലോട്ട് എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. എന്നിട്ട് ഓക്കെ അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാത്ത് പ്ലോട്ട് വന്നു. എന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യേണ്ടത്. പ്രോഗ്രാമിങ് ഒന്നും കൂടെ നമ്മൾ നോക്കിക്കോളാം. നമ്മുടെ പ്രോഗ്രാം ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് ഇമ്പോർട്ട് റാൻഡം n=integer അതാണ് ഇത് പ്രോഗ്രാം. സം1 സം2 ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് 6 ഫേസും പ്രിൻ്റ് ദ നമ്പർ ഓഫ് ടൈംസ് ഫേസ് 1 ടേണപ്പ് എടുത്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്ത് ഇവിടെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. മാത്ത് പ്ലോട്ട് ലിബ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് പൈപ്ലോട്ട് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ. അതിൻ്റെ ഫങ്ഷൻ അത് PLT എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഏലിയാസ് നെയിമിലാണ് അറിയപ്പെടുന്നത്. പിന്നെ എല്ലാം നമ്മളിവിടെ PLT എന്നുണ്ടാകും. ഇതെല്ലാം PLT എന്നാണ്. ഇവിടെ എല്ലാം PLT എന്നാണുള്ളത്. PLT ഡോട്ട് ബാർ ഡയഗ്രാം വരയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. PLT ഡോട്ട് ബാർ ഡയഗ്രത്തിൻ്റെ എക്സ് ആക്സിൽ എടുക്കേണ്ട ഈ നമ്പേഴ്സ്, വൈ ആക്സിൽ എടുക്കേണ്ട ഫ്രീക്വൻസി, പിന്നെ അതാണ് ഫ്രീക്വൻസി. അപ്പം ഫേസ് 1 സം1. ഫേസ് 1 എന്ന് പറയുന്നത് സം1 എത്ര വന്നെന്നുള്ളതാണ്. സം1 ആണ് അതിൻ്റെ ഹൈറ്റ്. ഫേസ് 1 എന്നുള്ള എക്സ് ആക്സിൻ്റെ ഹൈറ്റ് സം1 ആയിരിക്കും. ഫേസ് 2 എന്ന് പറയുന്ന എക്സ് ആക്സിൻ്റെ ഹൈറ്റ് സം2 ആയിരിക്കും. ആൻഡ് സോ ഓൺ. ഫേസ് 6 എന്ന് പറയുന്ന എക്സ് ആക്സിൻ്റെ ഹൈറ്റ് സം6 ആയിരിക്കും. പിന്നെ എക്സ് ലേബൽ എന്ന് പറഞ്ഞാൽ ഫേസ് ഒബ്റ്റെയിൻഡ്. എക്സ് ആക്സിൽ എഴുതുന്ന ലേബലാണ്. വൈ ആക്സിൽ എഴുതുന്ന നമ്പർ ഓഫ് ടൈംസ് ഒബ്റ്റെയിൻഡ്. ടൈറ്റിൽ PLT ഡോട്ട് ടൈറ്റിൽ ടോസിങ് എ ഫെയർ ഡൈ ബാർ ഡയഗ്രമാണ്. PLT ഡോട്ട് ഷോ എന്ന് അങ്ങനെ എഴുതിയാൽ അതാണ് ആ ബാർ ഡയഗ്രാം ഷോ ചെയ്യാനുള്ള കമാൻഡ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റോപ്പ് ആൻഡ് റൺ. എൻ്റർ ദ നമ്പർ ഓഫ് ടോസേഴ്സ്. അവിടെ നമ്മൾ ഇപ്പം 3 എന്ന് കൊടുത്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് 1 5 6 2 പ്രാവശ്യം. ഇത് എത്ര ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്തത് 3 പ്രാവശ്യമാണ് ടോസ് ചെയ്ത്. ഫേസ് 1 കിട്ടി, ഫേസ് 5 കിട്ടി, ഫേസ് 6 കിട്ടി. വേറെ ഒന്നും കൊടുക്കാം. നമുക്ക് ഒന്നും കൂടെ കൊടുക്കാം. എൻ്റർ ദ നമ്പർ ഓഫ് ടോംസ് 6 എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസ് 1 ടേണപ്പ് 1 പ്രാവശ്യം, ഫേസ് 2 ടേണപ്പ് 2 പ്രാവശ്യം, ഫേസ് 3 ഇല്ല, ഫേസ് 4 ഇല്ല, ഫേസ് 5 1 പ്രാവശ്യം, ഫേസ് 6 2 പ്രാവശ്യം. ഇതാണ്. ഓക്കെ.